യോഗം പറവൂർ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ശ്രീനാരായണ ദർശനോത്സവത്തിന്റെ 2ാം ദിനത്തിൽ നടന്ന ദർശനോത്സവ സമ്മേളനം SNDP യോഗം പ്രസിഡന്റ് MN സോമൻ ഉദ്ഘാടനം ചെയ്തു. പറവൂർ SNDP യൂണിയന്റെ നേതൃത്വത്തിൽ SNV സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ മെയ് 9, 10, 11 വെള്ളി, ശനി, ഞായർ തീയതികളിൽ നടത്തപ്പെടുന്ന ശ്രീനാരായണ ദർശനോത്സവത്തിന്റെ 2ാം ദിനമായ മെയ് 10 ശനിയാഴ്ച യൂണിയൻ തല വൈദിക യോഗത്തിന്റെ കാർമ്മികത്വത്തിൽ രാവിലെ 6:30 പൂജാതി കർമ്മങ്ങളോടെ തുടക്കം കുറിച്ചു. തുടർന്ന് വടക്കൻ പറവൂർ ശ്രീനാരായണ സത്സംഗത്തിന്റെ ഭജനയ്ക്ക് ശേഷം രാവിലെ 9:30 ബിജു പുളിക്കലെടുത്ത് പ്രഭാഷണം നടത്തി. രാവിലെ 11 നടന്ന ദർശനോത്സവ ഉദ്ഘാടന സമ്മേളനത്തിന് ഗുരുസ്മരണയോടെ ആരംഭം കുറിക്കുകയും പറവൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ബീന ശശിധരൻ ഭദ്രദീപ പ്രകാശനം നടത്തുകയും ചെയ്തു. SNDP യോഗം പ്രസിഡന്റ് ഡോക്ടർ MN സോമൻ ദർശനോത്സവ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അന്നൊക്കെ ഈ പ്രദേശത്തുള്ള ആളുകൾക്കെല്ലാം വളരെ യൂണിയൻ ചെയർമാൻ CN രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ കൺവീനർ ഷൈജു മനക്കപ്പടി സ്വാഗതം ആശംസിച്ചു. SNDP യോഗം ഡയറക്ടർ ബോർഡ് അംഗം MP ബിനു ആമുഖ പ്രസംഗം നടത്തി. മുഖ്യ അതിഥിയായി കേരള നിയമസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് VD സതീശനും ഹൈബി ഈഡൻ MPയും ദർശനോത്സവ വേദിയിൽ സംസാരിച്ചു. എറണാകുളത്തെ അഡ്വക്കേറ്റ് അസോസിയേഷന്റെ ക്ലർക്ക് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം അവിടെ രണ്ടുപേരും കാത്തിരിക്കുകയാണ്. എനിക്കറിയാം തിരിച്ചു വന്നിട്ട് ഇവിടെ 10 കല്യാണമുണ്ട്. എന്നിട്ട് പിന്നെ മൂവാറ്റുപുഴ, പിന്നെ ചങ്ങനാശ്ശേരി, പിന്നെ കോട്ടയം അത്രയും വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് എല്ലാവരുടെയും അനുവാദത്തോടുകൂടിയാണ് നേരത്തെ സംസാരിക്കുന്നത്. ദർശനോത്സവത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് അതിന് നിയോഗമാണ്. ഞാൻ അതിനൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. ദർശനോത്സവം പങ്കെടുക്കുക ഇത് ഏറ്റവും മനോഹരമായി സംഘടിപ്പിച്ച പറവൂർ SNDP യൂണിയനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. നടക്കുന്ന ദർശനോത്സവത്തിൽ പങ്കാളിയാണ്. കേരളത്തിന്റെ സാമൂഹിക മുന്നേറ്റത്തിൽ, കേരളത്തിന്റെ വിദ്യാഭ്യാസ വളർച്ചയിൽ നമ്മൾ അവകാശപ്പെടുന്ന കേരള മോഡൽ സൃഷ്ടിക്കുന്നതിൽ ഗുരുദേവൻ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. കേരളത്തിന്റെ നവോത്ഥാന മുന്നേറ്റങ്ങളിൽ കേരളത്തിൽ നിലനിന്നിരുന്ന പല ചിന്താധാരകൾക്കുമെതിരെ വളരെ കൃത്യമായ നിലപാട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് എത്രയോ ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഗുരുദേവന്റെ ചിന്തകൾ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ തന്നെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇന്നും പ്രസക്തമായി നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു വിഷണറിക്ക് മാത്രം ചിന്തിക്കാൻ കഴിയുന്ന ഒന്നാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിന്റെ എഡ്യൂക്കേഷൻ മോഡൽ, കേരള ലോകത്തിന്റെ അഭിമാന പുരസ്കാരം കാഴ്ചവെക്കുന്ന കേരളത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം, ഫോമൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ, പൊതുവിദ്യാഭ്യാസ ശ്രേണി ഇത് പടുത്തുയർത്തി ജാതിമത ചിന്തകൾക്ക് അതീതമായി എല്ലാ മേഖലയിലുമുള്ള കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്ന ആശയം പകർന്നു നൽകാൻ ഒരു കാലഘട്ടത്തിൽ കഴിയുന്നു എന്നുള്ളത് കേരളത്തിന്റെ മുഖ്യപ്രഭാഷണം ദേവസ്വം ബോർഡ് സെക്രട്ടറി അരിയക്കണ്ടി സന്തോഷ് നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ അനിൽകുമാർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ES സനീഷ്, SNDP യോഗം കൌൺസിലർ ഷീബ ടീച്ചർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. നോർത്ത് പറവൂർ മുനിസിപ്പൽ വൈസ് ചെയർമാൻ MJ രാജു ദർശനോത്സവ സന്ദേശവും SNDP യോഗം ഡയറക്ടർ ബോർഡ് അംഗം
PS ജയരാജ് സംഘടനാ സന്ദേശവും, SNDP യോഗം ഇൻസ്പെക്ടിംഗ് ഓഫീസർ D ബാബു ഗുരുദേവ സന്ദേശവും നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ, ബിജോയ് ബാബു, MK ആഷിഖ്, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ D പ്രസന്നകുമാർ, കണ്ണൻ കുട്ടുകാട്, KB സുഭാഷ്, TM ദിലീപ്, VN നാഗേഷ്, VP ഷാജി, യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി TP രാജേഷ്, യൂത്ത് മൂവ്മെന്റ് കൺവീനർ അനീഷ് തിരുത്തിപ്പുറം, പെൻഷനേഴ്സ് ഫോറം സെക്രട്ടറി EP തമ്പി, എംപ്ലോയീസ് ഫോറം സെക്രട്ടറി ബൈജു മടപ്ലാതുരുത്ത്, സൈബർ സേന സുധി വള്ളുവള്ളി, സൈബർ സേന അരുൺ കരിമ്പാടം, MFI കോർഡിനേറ്റർ ഗോപാലകൃഷ്ണൻ, ദർശനോത്സവം കോർഡിനേറ്റർ പ്രവീൺ കുഞ്ഞിത്തൈ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വനിതാ സംഘം സെക്രട്ടറി ബിന്ദു ബോസിന്റെ കൃതജ്ഞതയോടെ സമ്മേളന പരിപാടികൾ അവസാനിച്ചു. തുടർന്ന് 2 മണിക്ക് ആശാ പ്രദീപിന്റെ പ്രഭാഷണം നടക്കുകയും അതിനുശേഷം 3:30 മുതൽ യൂണിയന്റെ കീഴിലുള്ള 72 ശാഖായോഗങ്ങളിലെയും കലാകാരിമാർ അവതരിപ്പിച്ച കലാപരിപാടികൾ അരങ്ങേറി. തുടർന്ന് വൈകിട്ട് 6-ന് സമർപ്പണയോടെ ദർശനോത്സവത്തിന്റെ 2ാം ദിന പരിപാടികൾ അവസാനിച്ചു.